ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി കണവ അല്ലെങ്കിൽ കൂന്തൽ കൊണ്ടൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഹൈലൈറ്റ് ഇതിൻ്റെ മസാല തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നല്ല സ്പൈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കണവ അല്ലെങ്കിൽ കൂന്തൽ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ കണവയൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണമൊക്കെ ആക്കി നല്ല വൃത്തിയാക്കി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുക്കിംഗ് എല്ലാം കുക്കറിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു സവാള നീളത്തിന് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ സവാളയൊക്കെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന കണവയുടെ കഷ്ണങ്ങളൊക്കെ മുഴുവനായി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. മിക്സാക്കി എടുത്ത ശേഷം ഇത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഞാൻ ഏകദേശം ഒരു 5 വിസിൽ കേൾക്കുന്നവരെ ഇത് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുക്കറിൻ്റെ വേവിനനുസരിച്ചിരിക്കും ഇതിൻ്റെ വേവ്. ഇപ്പം എന്താ കണവയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെയാണ് വേവിക്കാൻ വെച്ചത്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനുള്ള ഗ്രേവി റെഡിയാക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം ഒരു നുള്ള് കായപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ എണ്ണയിൽ ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നവരെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, പൊടിയൊന്നും കരിഞ്ഞു പോയാൽ നമ്മുടെ ഗ്രേവിയുടെ ടേസ്റ്റ് തന്നെ മാറും. ഇപ്പം ഞാനെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ ടൊമാറ്റോ സോസും ചേർത്ത ശേഷം നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇപ്പം ഞാനിതെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കണവ വേവിച്ച അല്ലെങ്കിൽ കൂന്തൽ വേവിച്ച ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കുറേശ്ശെ വീതം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഈ ഗ്രേവി ഒന്ന് ചെറുതായിട്ട് ഒന്ന് കുറുകി വരണം കേട്ടോ. ഇപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. വീണ്ടും ബാക്കിയുള്ള വെള്ളം മുഴുവനായും ഞാൻ ഈ ഒരു ഗ്രേവിയിലോട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രേവിയിലോട്ട് ഈ വെള്ളം മുഴുവനായി ഞാൻ ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കുറുകി വരുന്നവരെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഞാനിവിടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് ഇളക്കിയത് ആ ഗ്രേവി ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന കണവയുടെ പീസസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഗ്രേവിയൊക്കെ ഈ കണവയുടെ കഷ്ണത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്താണ് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും കൂടെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ഇട്ട ശേഷം ഇത് നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഗ്രേവിയൊക്കെ കുറച്ചും കൂടെ ഒന്ന് വറ്റി ഈ പീസിലൊക്കെ നന്നായിട്ട് കോട്ടായി വരുന്നവരെ ഏകദേശം ഒരു 10 മിനിറ്റ് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കണവയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കണവ മസാല കഴിക്കാനായിട്ട്. നമുക്ക് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരേക്കും ബായ്.